ഹലോ, മുമ്പേ വിളിച്ചായിരുന്നു ഞാൻ. ഒരു പ്രാവശ്യം കറണ്ട് പോയായിരുന്നു. അന്നേരം പിന്നെ ഉടനെ തന്നെ വന്നു, ഒരു സെക്കൻഡ്. ഇപ്പൊ പിന്നെയും കറണ്ട് പോയിരിക്കുക. അത് നിങ്ങൾ തന്നെയാണോ? ഓൾറെഡി നിങ്ങൾ സത്യം ഇന്നലെ നിങ്ങളുടെ കയ്യിൽ നിന്ന് എനിക്ക് എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കറണ്ട് കളഞ്ഞ കാര്യം പറഞ്ഞു. ഇവിടെ കുറെ സാമൂഹ്യ വിരുദ്ധരുണ്ട്, അവന്മാരാണ് ചെയ്യുന്നത്. നിങ്ങൾ അതൊന്ന് സമ്മതിച്ചാൽ മതി. നിങ്ങൾ കറണ്ട് കളഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി. എന്തിനാ ഈ പണ്ടോടെ തെറ്റിക്കാൻ കേസിൽ ഇതൊന്നും ഇല്ലല്ലോ, ഉണ്ടോ? മാക്സിമം നിങ്ങളല്ലല്ലോ ഒന്ന് കോപ്പി ചെയ്തത്. കുറച്ച് മുമ്പേ ഇതിന് മുന്നേ പോയിട്ടാ വന്നത്. ഇപ്പൊ 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 എന്തോ ഓഫ് ചെയ്തേക്കുന്നത്? എപ്പം വരും? ഇനി എപ്പം വരും? ഇപ്പൊ എന്നും ഉള്ളതാണോ ഇത്? ഇത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്നും ഇത് അരമണിക്കൂർ പോവോ? അതെ, എന്നും പോകുന്നുണ്ട്. ഇന്നലെയും അരമണിക്കൂർ പോയി, ഇന്നും പോയി. അപ്പൊ നമുക്കൊന്ന് അറിയാനോ ഇതൊക്കെ? അത് നമുക്കിത് കോടതിയിൽ എഴുതി കൊടുക്കുമ്പോഴേ അല്ലെ, ശ്രമിക്കേ 8ഉം 10ഉം പ്രാവശ്യമൊക്കെ പോകുന്നത് നമ്മൾ പിടിച്ചു നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കോടതി കൊടുക്കുമ്പോൾ നമുക്ക് നിങ്ങളുടെ എക്സ്പ്ലനേഷൻ അവിടെ കൊടുക്കണമല്ലോ. നിങ്ങൾ പറയുന്നത് എന്തുവാ? മെസ്സാജ് പോവാ ഒരു ദിവസം കറണ്ട്? ആണോ? നമുക്കൊന്നും അറിയണ്ടായോ? ഞങ്ങൾ കൺസ്യൂമർ, ഞങ്ങൾ പൈസ തരുന്നവരല്ലയോ? ചുമ്മാ അല്ലല്ലോ. ആ ആ 8ഉം 10ഉം പ്രാവശ്യം പോകും ഒരു ദിവസം. നമുക്കൊന്നും അറിയാം. 8ഉം 10ഉം പ്രാവശ്യമൊക്കെ പോകും നിങ്ങൾ കറണ്ട് കളയുമ്പോൾ. ഏത് സബ്സ്റ്റേഷൻ? ഇത് കാര്യങ്ങളോ ദൂരെയൊന്നും അല്ല. ഏത് സബ്സ്റ്റേഷൻ ഈ കാര്യങ്ങളൊക്കെ? എന്തായാലും ഞങ്ങൾ ഇത് കോടതി കൊടുക്കാം. നിങ്ങളപ്പം പറഞ്ഞാൽ മതി, അവിടെ വന്നാൽ മതി. ഈ കള്ളത്തരൊക്കെ ഞങ്ങൾ അവിടെ പറഞ്ഞോളാം കേട്ടോ. ആ കോടതിയും ലൈറ്റിന്റെ മുന്നിലായിരിക്കുന്നതേ. കോടതിയും പവറുള്ളതായിരിക്കുന്നത്. അവർക്ക് ഇങ്ങനെ പോവേ വരികയോ ഒന്നും ഞങ്ങളിന്റെ കോടതി ചെല്ലുമ്പോൾ കാണുന്നില്ല. കേട്ടോ, അത് തന്നെ. ഇങ്ങനെ പവർ ഒത്തിരി പ്രാവശ്യം പോവേ വരികയൊന്നും ചെയ്തിട്ടില്ല കോടതിയിലും. അതുകൊണ്ടാ കോടതിയിൽ ഞങ്ങൾ പോയിരിക്കുന്നതാ. ഇങ്ങനെ 500 പ്രാവശ്യം കോടതി കണ്ടു പോകത്തില്ല. അതുകൊണ്ടാ ഞങ്ങൾ കോടതിയിലൊക്കെ പോയിരിക്കുന്നതാ. അവിടെ 500 പ്രാവശ്യമൊന്നും കോടതിയിൽ കണ്ടു പോകത്തില്ല. അന്നേരം കോടതിയിൽ അങ്ങനെ കണ്ടു പോയാലും ചോദ്യം ചെയ്യും എന്താണെന്നുള്ളത്. 500 പ്രാവശ്യമൊന്നും കരണ്ട് കോടതിയിൽ പോകത്തില്ല. ഞങ്ങൾ കോടതിയിലൊക്കെ പോയിരിക്കുന്നതാ. മാവേലിക്കര കോടതിയിലും കൂടാതിലുള്ള കോടതിയാണ് മാവേലിക്കര ഇതുപോലുള്ള. അവിടെയൊക്കെ ഞങ്ങൾ പോയിരുന്ന കായംകുളം കോടതിയിലും ഒക്കെ. ഇപ്പോഴായി പുതിയ ഇത്. കായംകുളം കോടതിയിലൊന്നും കരണ്ട് പോയി കണ്ടിട്ടേ ഇല്ല. ഞങ്ങൾക്കത് അറിയണം. അവിടെയൊക്കെ പറഞ്ഞു നോക്കാം. അന്നേരം അവർ ചോദിച്ചോളൂ. ഇങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കാം. അവിടെ ഞങ്ങൾ കായംകുളം കോടതിയിലും മാവേലിക്കര കോടതിയിലും ഒക്കെ നല്ലപോലെ പോയി ഇരിക്കുന്നതാ. അവിടെ ഒന്നും കരണ്ട് പോകുന്ന കണ്ടിട്ടേ ഇല്ല. ഇപ്പം പുതിയ സിസ്റ്റമാ. പണ്ട് 2022 പോയിട്ടില്ല. 22, 23, 24 ഒക്കെ കോടതി പോയതാ. അന്നൊന്നും ഇല്ലാത്ത കരണ്ട് പോകാം. ഇപ്പം ദിവസവും ഒന്ന് കരണ്ട് പോവുക. എന്താ ഇത്? പിന്നെ അതുപോലെ നാട്ടുകാരും എല്ലാം പറയുന്ന എല്ലാവരും കൂടെ നിങ്ങളിങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. നാട്ടുകാരോടൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നത് അവർക്കൊന്നും കരണ്ട് പോകുന്നില്ല. നമ്മൾ ഇടുക്കിയിലൊക്കെ പോകുന്നില്ലെന്നാ പറയുന്നത്. ഇടുക്കിയില് കാറ്റും മഴയും ഇത്രയും ഇതുകൊണ്ടിട്ട് പോകുന്നില്ല. ഇവിടുത്തെ പോകുമെന്ന് പറഞ്ഞ ആൾക്കാർ ചോദിക്കുന്നത്. അവർക്ക് പോകുന്നില്ലെന്നാ പറയുന്നത്. ഇവിടെ കോടതിയൊക്കെ ഉണ്ട്. ഞങ്ങൾ കോടതിയിൽ പോയിരിക്കുന്നതാ. ഡ്രാമ രാവിലെ തുടങ്ങും. രാവിലെ ഡ്രാമകളാ. എന്തല്ല ഡ്രാമ കാണണം വന്നിട്ടാ? കണ്ട പെണ്ണുങ്ങളെ കുറിച്ചൊന്ന് ഡ്രാമയ. കൂണ്ടായിട്ടും തന്നെ നടക്കുമല്ലേ ഇവിടെ കൂട്ടകൾ. കുറെ നാട്ടുകാരൊന്ന് പറഞ്ഞു വെച്ചിരുന്നു. ഇതാപ്പല്ലേ ഇവിടെ നാട്ടുകാരെന്നൊക്കെ പറഞ്ഞു വെച്ചിരുന്നു. ഒന്ന് കൂണ്ടായിട്ട് എന്താ പറയുക? നാട്ടുകാർ പറഞ്ഞു വെച്ചൊക്കെ കൂണ്ടായിട്ട് നടക്കുന്നത്. എവിടെ നടക്കും ഇത് കൂണ്ടായിട്ടാണ് ഇങ്ങനത്തെ? കുറെ ഗൂണ്ടകളെല്ലാം അവിടെ കയറി നടക്കുക. അവിടുത്തെ ആൾക്കാർക്ക് ജീവിക്കണ്ട. ഗൂണ്ടകളുടെ ഇത് പറഞ്ഞു. ഗൂണ്ടകളുടെ ഇത് പറയുമ്പോൾ അവർക്ക് ജീവിക്കണ്ട. എന്തുവാ 5 CCTV ക്യാമറ ആയിട്ട് പൊട്ടിച്ചാലും നമ്മുടെ വീട്ടുകാർ ജീവിക്കാനെന്താണ്ട് പോയാലൊന്നും പോലീസിന് ഒരു അന്വേഷണവും ഇല്ല. എന്നിട്ട് അതുപോലെ ഗൂണ്ടായിസം അല്ലേ ഇവിടെ നടക്കുന്നത്? ഗൂണ്ടായിസം പോലീസൊന്നും അന്വേഷിക്കുന്നില്ല. അതുപോലെ ഗൂണ്ടായിസമാ. എന്നിട്ട് നമ്മളൊന്നും ഇതൊക്കെ ഏതാണ്ട് കിടക്കുന്നതാണോ നമ്മളെ ഇത്ര വലിയ നാക്കാന്? നമ്മളെ ഇത്ര വലിയ നാക്കാൻ ഇവന്മാർക്ക് ആരാ? മനസ്സിലാവുന്നില്ല. ഇത്രയൊക്കെ നിയമമൊന്നും ഇല്ലാത്ത നാടാണോ ഓലകട്ടെ മേഡം? നിയമമൊന്നും ഇവർക്ക് ബാധകമല്ലെന്ന് തോന്നുന്നു. നിയമമൊന്നും ഇവർക്ക് ബാധകമല്ലെന്ന് തോന്നുന്നു. നിയമങ്ങളൊന്നും ബാധകമല്ലെന്ന് തോന്നുന്നു ഇവന്മാർക്കൊന്നും. ഗൂണ്ടകൾക്കൊന്നും നിയമം ബാധകമല്ല. എന്തും നടത്തും. അതുകൊണ്ടല്ലേ കേരളം എന്തുവാ ഇവിടെ ഇഷ്ടംപോലെ ആത്മഹത്യകളാ. ഒന്ന് കെട്ടിത്തൂക്കുന്നതല്ല. എവിടെ തിരിച്ച് നോക്കിയാലും ആത്മഹത്യ. എല്ലാ വീട്ടിലും ഓരോരുത്തരും ആത്മഹത്യ ചെയ്തിരിക്കുക. ഇങ്ങനെ കണക്കെടുത്താൽ അല്ലാത്തൊന്ന് ആത്മഹത്യയാണ് പറയുന്നത്.
കാരണം എല്ലാവരും ഇതാ സാമ്പത്തിക ബാധ്യത മൂലം ആത്മഹത്യ, സാമ്പത്തിക ഇവിടെ നോക്കിയവൻ കുട്ടച്ചായ പാട്ടായിരുന്നു ദിവസവും 10 വെച്ച് എന്ന് പറഞ്ഞ് പാട്ടായിരുന്നത് ഇതുപോലെ പാട്ടായിരുന്നു. അന്ന് ഡ്രാമ കാണിക്കുക, അവിടെ ഇവിടെ കയറി ഇങ്ങോട്ട് കുറെ ആൾക്കാർ ഡ്രാമ, എന്തോ ഡ്രാമയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല, എന്തോ ഡ്രാമയാണെന്ന്. നമ്മളെ കുറിച്ചൊക്കെ കഥയുണ്ടാക്കിയുള്ള ഡ്രാമ, എന്തായിരുന്നു ഡ്രാമ? രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒക്കെ കൂടി നടക്കുക സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ. ഒന്നേകാൽ